സാധ്യ വിഷയത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമുണ്ടോ എന്ന കൗതുകകരമായ ചർച്ചയാണ് നിലമ്പൂരിൽ നിലവിൽ നടക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണയിന്മേലാണ് ചർച്ചയത്രയും. അബ്ദുൽ അലാ മൗദൂദിയുടെ ആശയങ്ങൾ പിന്തുടർന്ന മതരാഷ്ട്രം ആത്യന്തിക ലക്ഷ്യമായി കാണുന്ന തീവ്ര നിലപാടുകാരുടെ പിന്തുണ വാങ്ങുന്നത് അപകടകരമാണ് എന്നാണ് LDFന്റെ വാദം. ജമാഅത്തെ ഇസ്ലാമിക്കാർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ച് നന്നായി എന്നാണ് VD സതീശൻ പറയുന്നത്. സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശുകയാണെന്ന് AP സുന്നി വിഭാഗം പറയുന്നു. ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ടിനെതിരെ കത്തോലിക്ക കോൺഗ്രസും രംഗത്തെത്തി. ആ തർക്കം അങ്ങനെ പല തലങ്ങളിൽ പടർന്നു വലുതാവുകയാണ്. ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിലൂടെ പ്രതിരോധത്തിലായോ UDF? നിലമ്പൂരിൽ നിന്നുള്ള ഇന്നത്തെ വാർത്ത മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാക്തർക്കങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ആ ഒരൊറ്റ വിഷയത്തിലേക്ക് ചുരുങ്ങി. അതിന് തുടക്കമിട്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കാന്തപുരം AP സമസ്ത വിഭാഗം ഉയർത്തിയ രൂക്ഷ വിമർശനമാണ്. VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു എന്നാണ് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി ന്യൂസ് മലയാളത്തോട് പറഞ്ഞത്. ആദ്യം ആ പ്രതികരണം നമുക്ക് കണ്ടുവരാം. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ പഴയ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിൻവാങ്ങിയെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയാണ് വലിയ അപകടം ഉണ്ടാക്കുക. വെൽഫെയർ പാർട്ടി അടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമി അവരെ ആശയത്തിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞ് അവരെ വെള്ളപൂശുന്നത് അപകടമാണ്. അത് മറ്റ് പലർക്കും പല ഉപകാരം ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധത്തെ അനുകൂലിച്ച് UDF ക്യാമ്പിൽ നിന്ന് വന്ന പ്രതികരണങ്ങൾ കൂടി ഓരോന്നായി നമുക്ക് പരിശോധിക്കണം. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ നൽകുന്നതിൽ അത്ഭുതം എന്താണെന്നാണ് K മുരളീധരന്റെ ചോദ്യം. 2019 മുതൽ വെൽഫെയർ പാർട്ടി കോൺഗ്രസിനൊപ്പമുണ്ട്, നിലമ്പൂരിലും അതുണ്ട്. അതിൽ ഭൂകമ്പം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നുമാണ് K മുരളീധരൻ പറഞ്ഞത്. വെൽഫെയർ പാർട്ടിയാണ് 2019 മുതൽ UDFന്റെ കൂടെ നിൽക്കുന്നത്. പക്ഷേ ഏറ്റവും രസകരമായത് 2019 പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഒന്നും ബഹളം ഉണ്ടാക്കാത്തവർ ഇപ്പം എന്താ എന്തോ ഒരു ഭൂകമ്പം നടന്ന പോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കത്തുന്നു. എന്ത് കത്തുന്നു? പിന്തുണ വിവാദം കത്തുന്നു. അങ്ങനെ കത്തേണ്ട ഒരു തീയും ഉണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ UDFന് യാതൊരു വൈഷമ്യവുമില്ലെന്ന് MM ഹസൻ. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയാൽ MV ഗോവിന്ദൻ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നും MM ഹസൻ പരിഹസിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പിന്തുണ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയെ വളരെക്കാലം പിന്തുണച്ചവരല്ലേ. അപ്പം ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ വാസ്തവത്തിൽ PDPയുടെ പിന്തുണ സ്വീകരിക്കുക, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നതിന് കുറ്റം പറയാം. വാസ്തവത്തിൽ കിട്ടാത്ത മുന്തിരിങ്ങ കുളിക്കും എന്ന് ഏതൊരു കാർട്ടൂൺ കണ്ടു. ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്താൽ നമ്മുടെ ഗോവിന്ദൻ മാഷ് രണ്ട് കൈയും നീട്ടി അത് സ്വീകരിക്കും. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെ CPIM വിമർശിക്കുന്നത് ഉളുപ്പില്ലായ്മ എന്നാണ് മുസ്ലിം ലീഗ് നേതാവ് PMA സലാം പറഞ്ഞത്. മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടായിരുന്നവരാണ് CPIM എന്നും PMA സലാമിന്റെ ആരോപണമുണ്ട്. ഓദുസയെ ആരാധിക്കുന്ന ഹിന്ദു മഹാസഭയുടെ പിന്തുണ അവരുമായി ചർച്ച ചെയ്ത് നേടിയെടുത്ത ഉളുപ്പില്ലാത്ത CPM ആണ് ഇതുപോലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഉളുപ്പില്ലാതെ നാണമില്ലാതെ പിണറായി കൂട്ടർ അത് വാങ്ങിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി വിവാദം ചർച്ച ചെയ്യാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് KC വേണുഗോപാൽ പറഞ്ഞത്. ജനകീയ വിഷയങ്ങൾ ചർച്ചയാക്കാതിരിക്കാൻ വേണ്ടാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നുമാണ് KC വേണുഗോപാലിന്റെ ആരോപണം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ നിലമ്പൂരിൽ മാത്രം എത്ര ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ജനകീയ പ്രശ്നങ്ങൾ ചർച്ചയാക്കാതിരിക്കാൻ വേണ്ടാത്ത വിവാദങ്ങൾ എടുത്തിട്ട് ചർച്ച ചെയ്യുകയാണ്. അതുപോലെ അത്തരം കാര്യങ്ങൾക്കൊന്നും എനിക്ക് താല്പര്യമില്ല. അല്ല, അത്തരം കാര്യങ്ങളിൽ എനിക്ക് താല്പര്യമുള്ള ചർച്ച ചെയ്യാൻ. ഇനി പരിശോധിക്കേണ്ടത് ഇടത് ക്യാമ്പിൽ നിന്ന് ഇത് സംബന്ധിച്ച് ഇന്ന് വന്ന പ്രതികരണങ്ങളാണ്. ആദ്യം ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പ്രതികരണമാണ്. മതരാഷ്ട്രവാദം ഉയർത്തുന്നവരുമായി ഒരു ബന്ധവുമില്ല എന്ന നിലപാടിൽ ഒരു മാറ്റവുമില്ല എന്ന് ഇന്ന് M സ്വരാജ് പറയുന്നു. അത് തെരഞ്ഞെടുപ്പിന് മുമ്പും സ്ഥാനാർത്ഥിയുടെ പരിമിതി ഇല്ലാത്തപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നും M സ്വരാജ് പറയുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ നിലപാട് എപ്പോഴും സുവ്യക്തമാണ്. വർഗീയത ഉയർത്തിപ്പിടിക്കുകയും മതനിരപേക്ഷതയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും മതരാഷ്ട്രവാദം ഉയർത്തുകയും ചെയ്യുന്ന ആളുകളുമായി ഒരു നീക്കുപോക്കോ ഒരു ബന്ധമോ ഒന്നും സാധ്യമല്ല. അത് ശക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അത് പറയാൻ തെരഞ്ഞെടുപ്പോ സ്ഥാനാർത്ഥിത്വമോ ഒരു പ്രശ്നവുമായിട്ടില്ല. നിങ്ങൾ ഇനിയിപ്പോൾ ആവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ആവർത്തിക്കാനും എനിക്ക് മടിയില്ല. അതാണ് ആ കാര്യത്തിലുള്ളത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറച്ചുകൂടി കർക്കശമായി ഇതേ നിലപാട് ആവർത്തിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുമായി LDFന് ഒരു കാലത്തും ബന്ധമില്ല, ഇന്നലെയുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല എന്ന്.
അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് തൽക്കാലം നമുക്ക് പോകാൻ ഇപ്പോൾ കഴിയില്ല. ഇത്ര വലിയ ബഹളമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഇതിനെല്ലാം ഇടയിൽ ഹിന്ദു മഹാസഭ എന്ന് അവകാശപ്പെടുന്ന ചിലരുടെ ഇടത് പിന്തുണ സംബന്ധിച്ച വാർത്തയും മറ്റൊരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് 2 പ്രതികരണങ്ങൾ കൂടി കേൾക്കുന്നത് കൗതുകമായിരിക്കും. അതുകൊണ്ട് നമുക്ക് കേൾക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ LDFന് പിന്തുണ നൽകുന്നുണ്ട് എന്ന് ഈ പറഞ്ഞ അഖില ഭാരത ഹിന്ദു മഹാസഭ കേരള അധ്യക്ഷൻ എന്ന് അവകാശപ്പെടുന്ന ദത്താത്രേയ സായി സ്വരൂപനാഥ് പറഞ്ഞു. അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ ശരിക്കുമുള്ള പിന്തുണ LDFന് തന്നെയാണ്. കാരണം ഇനിയും നമുക്ക് രാഷ്ട്രീയത്തിൻ്റെ പേര് പറഞ്ഞോ മതത്തിൻ്റെ പേര് പറഞ്ഞോ തമ്മിത്തല്ലാനായിട്ടുള്ളതല്ല. നമുക്ക് നാടിൻ്റെ വികസനത്തെ ഒരുമിച്ച് പോയാലും, കാരണം ആ വികസനത്തിൻ്റെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. അത് ഈ പിന്തുടർച്ച വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. ഇപ്പം നിലമ്പൂരിൽ തന്നെ M. സ്വരാജിന് പിന്തുണ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഹിന്ദു മഹാസഭ ഇടതുപക്ഷത്തിന് ഒരു കാരണവശാലും പിന്തുണ നൽകില്ല എന്നാണ് യഥാർത്ഥ ഹിന്ദു സഭ എന്ന് അവകാശപ്പെടുന്ന മറ്റൊരു വിഭാഗത്തിൻ്റെ പ്രതികരണം. അത് നിലമ്പൂരിലുള്ള ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞ് നടക്കുന്ന വ്യാജനാണ് ഈ ഇപ്പോൾ പ്രതികരണം നടത്തിയത് എന്നാണ് പഴയ തോക്കുസ്വാമി എന്നറിയപ്പെടുന്ന ഹിമവ ഭദ്രാനന്ദ പറയുന്നത്. 2 കാര്യമുണ്ട്. ഒന്ന്, ഇദ്ദേഹത്തിന് അതിനകത്തൊരു സ്പെഷ്യൽ ഒരു താല്പര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ സ്വരാജിനെ പോലെ ഒരാൾക്ക് ഇദ്ദേഹം പിന്തുണ കൊടുക്കുമ്പോൾ ഇദ്ദേഹം ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും ഇവിടെയുള്ള ചില മുസ്ലിം വോട്ടുകൾ, സ്വരാജിന് പോകേണ്ടിയിരിക്കുന്ന വോട്ടുകൾ ഒരു തീവ്ര സംഘടന വന്നു എന്ന് പറഞ്ഞ് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. നേരത്തെ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെക്കുറിച്ച് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഇന്നലെയും ഇന്നും മിനിയാന്നും ഒന്നും അങ്ങനെ ഒരു ബന്ധമില്ല എന്നായിരുന്നല്ലോ. ആ വാക്കുകൾ നമ്മൾ കേട്ടില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ. ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല. മുമ്പുമില്ല, ഇന്നുമില്ല, നാളെയുമില്ല. ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അതിനെപ്പറ്റി വേറെ ചോദിക്കണ്ട. ജമാഅത്തെ ഇസ്ലാമിയോട് CPIM-ഉം കോൺഗ്രസും തുടർന്നു വന്ന സമീപനത്തിന്റെ ചരിത്രം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ആ ഡാറ്റാ ഷീറ്റിലേക്ക് നമുക്ക് വേഗം പോകാം. CPIM-ന്റെ നിലപാട് എന്തായിരുന്നു? ജമാഅത്തെ ഇസ്ലാമിയോട് പൊതുവെ ഒരു വിമർശനാത്മക നിലപാടാണ് CPIM സ്വീകരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദി സംഘടനയാണെന്നും വർഗീയ സംഘടനയാണെന്നുമുള്ള നിലപാട് ജമാഅത്തെ ഇസ്ലാമിയെ RSSുമായാണ് CPIM ഇക്കാര്യത്തിൽ താരതമ്യം ചെയ്യുന്നത്. RSS ഹിന്ദു രാഷ്ട്രവാദം ഉയർത്തുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക രാഷ്ട്രവാദം ഉയർത്തുന്നു എന്ന് മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചിരുന്നു. വെൽഫെയർ പാർട്ടി രൂപീകരണത്തിന് ശേഷം ഇന്നോളം ജമാഅത്തെ ഇസ്ലാമി UDFനൊപ്പം നിൽക്കുന്നു എന്നതുമാണ്. പിന്തുണ UDFന് ആണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. സമീപകാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDFനാണ് ലഭിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സംവിധാനത്തോടൊപ്പം ചേർന്ന് മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പഴയ ഒരു സത്യവാങ്മൂല ചരിത്രം കൂടി നോക്കാം. 2014 ജനുവരി 18 അന്നത്തെ UDF സർക്കാർ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ സത്യവാങ്മൂലം നൽകി. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയോട് അവഗണന കാണിക്കുന്നു എന്നതായിരുന്നു ആ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്. ദേശീയ താൽപര്യത്തിനെതിരെ ചിന്തിക്കാൻ അനുയായികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നും പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ജോലി നിരസിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഭരണഘടനയോട് അവഗണനയുണ്ടെങ്കിലും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നും ദേശവിരുദ്ധമാണെന്ന് കണ്ടെത്തിയ സംഘടനയെ നിരോധിക്കാൻ നടപടിയെടുക്കുമെന്നുമൊക്കെയായിരുന്നു അന്നത്തെ UDF സർക്കാരിന്റെ സത്യവാങ്മൂലം. ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി മേരി ജോസഫാണ് സർക്കാരിന് വേണ്ടി ഈ സത്യവാങ്മൂലം അന്ന് സമർപ്പിച്ചിരുന്നത്. ഇതാണ് പഴയ ഒരു സാഹചര്യം. നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്നലെ ഓർത്തെടുത്തതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ടാണ് പൂർണ്ണമായും ആ വിവരങ്ങൾ നമ്മൾ നൽകാത്തത്. സനീഷ്, ഇപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ 500-1500 വോട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയാണ് 2 ദിവസമായി ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ നിൽക്കുന്നത്. നമ്മളിത് 2ാം ദിവസവും ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നു. അതിനകത്ത് അച്ഛൻ നമ്മുടെ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിലല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ തുടങ്ങട്ടെ. അതായത് ഇതിനകത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് കേരളം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയത്തിൽ നമ്മുടെ പഴയ തോക്കുസ്വാമി ഹിമവൽ ഭദ്രാനന്ദയെ കണ്ടപ്പോൾ എനിക്ക് രാവിലെ മുതലേ ഈ ഹെഡ്ലൈൻ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിയും ആലോചനയും വരികയാണ്. അതായത് ഒരു 10-25 വർഷം മുമ്പ് മാധ്യമപ്രവർത്തനമൊക്കെ തുടങ്ങിയ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് എന്തൊരു കൗതുകമാണെന്ന് തോന്നും. അതായത് ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചക്കകത്ത് രാവിലെ മുതൽ ഹെഡ്ലൈനൊക്കെ ആയിട്ട് ഹിമവൽ ഭദ്രാനന്ദ പോവുകയാണ്. സുഹൃതക്ഷയം എന്നുള്ളതെന്ന് പറയാനാണ്. ഈ മറ്റേ ഒരു സ്വാമിയെ കണ്ടല്ലോ നമ്മൾ, ഇവർ രണ്ടുപേരും വിശദീകരിക്കുന്നത് ഈ ഹിന്ദു മഹാസഭ ഞങ്ങളുടെയാണ് എന്നാണല്ലോ. ഞങ്ങളാണ് ഹിന്ദു മഹാസഭ. അപ്പം ഞാൻ പോയി നോക്കി ഇവർ ഏത് ഹിന്ദു മഹാസഭയുടെ കാര്യമാണ് പറയുന്നത്. നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നത് പഴയ 1915 രൂപീകരിച്ച
ഹിന്ദു മഹാസഭയെ കുറിച്ച് തന്നെയാണ്. ആ ഹിന്ദു മഹാസഭയാണ് ഞങ്ങളെന്ന്. ഇവരെന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് ഇപ്പൊ പറയുന്നതെന്നറിയോ? മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ട്. എന്തൊക്കെ കണ്ടാലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സുഹൃതക്ഷയം മാത്രം പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിയെ, വെൽഫെയർ പാർട്ടിയെ UDF-ലേക്ക് എടുത്ത കാര്യത്തെപ്പറ്റി നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്. അതായത് RSS തീവ്രവാദികളാണെന്ന് പറയുന്ന, RSS ബാക്ക് ചെയ്യുന്ന BJP രാജ്യം ഭരിക്കുന്ന ഒരു കാലത്ത് വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി പിന്തുണങ്ങുന്ന വെൽഫെയർ പാർട്ടിക്ക് മുന്നണിക്കകത്തേക്ക് വരാം, ഏതെങ്കിലും മുന്നണിക്കകത്തേക്ക് വരാം എന്ന നിലപാടാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത്, ഇന്നും പറയുന്നത്. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം ഹർഷ, മിന്നൽ വള കയ്യിലിട്ട പോലത്തെ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിപ്പോൾ കയ്യിലിട്ട മിന്നൽ വളയുടെ ഭംഗി കൊണ്ട് ആകപ്പാടെ ഷൈൻ ചെയ്തിട്ട് ഭംഗിയാകാം ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ മറിച്ച് ഈ മിന്നൽ കൊണ്ട് ഷോക്കും പൊള്ളലും ഒക്കെ ഏറ്റിട്ട് കൈയാകെ വൃത്തികേടാം. ഈ രണ്ട് സീന് ഇവരുടെ മുന്നിലുണ്ട്. അതായത് എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ, കുറച്ചുകൂടി കഴിഞ്ഞാലൊക്കെ അറിയും. അതായത് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് അവർ പിന്തുണക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുന്നണിക്കകത്തേക്ക് തള്ളിവിടാനും മുന്നണിക്കകത്ത് ഇടം തേടാനും ഒക്കെയുള്ള എല്ലാ അവകാശവും, ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, അതവർക്കുണ്ട്. പക്ഷേ അവരെടുത്താൽ എന്താണ് സംഭവിക്കുക എന്നത് നമ്മൾ കാത്തിരുന്ന് കാണണം. ഇതിനകത്ത് ഈ പ്രതികരണങ്ങളിൽ, ഇന്നലെ മുതൽ വരുന്ന പ്രതികരണങ്ങൾ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കിയാൽ, നമ്മളിപ്പോൾ കൊടുത്ത ബൈറ്റുകളിലെല്ലാം UDF-ൻ്റെ ഭാഗത്ത് നിന്ന് MM ഹസനൊക്കെ ആവർത്തിച്ച് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് പറയുന്നത്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെ ബൈറ്റ് നോക്കോ, ജമാഅത്തെ ഇസ്ലാമി എന്നവർ പറയേയില്ല, അവർ വെൽഫെയർ പാർട്ടി എന്നാണ് പറയുന്നത്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് നമ്മുടെ റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടാക്കിയാൽ എന്താണ് കുഴപ്പം? അവർ ആ വാക്കുകൾ ഇത് ചരിത്രത്തിലേക്ക് പതിപ്പിക്കപ്പെടുന്ന ബൈറ്റാണ് എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട് എന്നതുകൊണ്ടാണ്. ഇത് പക്ഷേ ഈ സൂക്ഷ്മത അപ്പുറത്ത് കോൺഗ്രസ്സുകാർ കാണുന്നില്ല. ഹസൻ ഒരു സെൻറ്റൻസിൽ 2 തവണ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടാണ് പറയുന്നത്. KC വേണുഗോപാൽ ഞാനിപ്പോൾ അതിനെപ്പറ്റി പറയാനില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാവരേക്കാളും കടന്ന് വർത്തമാനം പറഞ്ഞത് നമ്മൾ ഇന്നലെ കണ്ടതുപോലെ VD സതീശനാണ്. മതരാഷ്ട്രവാദം ഇല്ല, ഇതിപ്പോൾ ഉപേക്ഷിച്ചു എന്ന്. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് നാളെ ജമാഅത്തെ ഇസ്ലാമിക്കാർ വന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ, അത് അവർ മൗദൂദിയെ പോലും പൂർണ്ണമായിട്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങളുടെ ആളായിട്ട് എടുക്കുകയല്ല. എന്നോടൊരു അഭിമുഖത്തിൽ അവരുടെ പ്രധാനപ്പെട്ട നേതാവ് ചോദിച്ചത് ഞങ്ങളങ്ങനെ എടുക്കുകയല്ല, ഇപ്പം ജനകീയ ജനാധിപത്യ വിപ്ലവം എന്നാണല്ലോ CPM ഒക്കെ പറയുന്നത്, ഇപ്പോൾ അവർ അത് നടപ്പാക്കും ഇവിടെ എന്ന തർക്കുത്തരം, അവർ നന്നായി തർക്കുത്തരം കൂടെ ചോദിക്കുന്നതാണല്ലോ. അപ്പോൾ അത് ചോദിക്കുകയാണല്ലോ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം വന്നിട്ട് ഏതെങ്കിലും ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ വന്ന് പറഞ്ഞിട്ട് ഹുക്കുമത്തെ ഇലാഹി ഞങ്ങളുടെ ആത്യന്തിക അടിസ്ഥാനമായിട്ടുള്ള ഒരു തത്വമാണ് എന്ന് പറഞ്ഞാൽ VD സതീശന് ക്ഷീണമാകും. നാളെ ഏതെങ്കിലും വിധത്തിൽ ഇവരുടെ കുറേ പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് ഈ നമ്മുടെ സൈബർ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരൊക്കെ കൂടി വന്നാൽ ഇതിനെ വല്ലാത്ത തോതിൽ താത്വികമായിട്ട് ചർച്ച ചെയ്താലും VD സതീശന് ഒരു ക്ഷീണമാകും, VD സതീശന് ക്ഷീണമാകും. പക്ഷേ 1500 വോട്ടുകളൊക്കെ ഉള്ളുവെങ്കിലും നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ വലിയ ബഹളമുണ്ടാക്കാൻ പറ്റുന്ന, വലിയ താത്വികമായിട്ടൊക്കെ വമ്പൻ ചർച്ചയൊക്കെ നടത്താൻ പറ്റുന്ന ഒരു വലിയ സംഘത്തെയാണ്, വലിയ മീൻസ് ബഹളം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഘത്തെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം ഹർഷൻ, അതായത് ഇത് വർഗീയ കക്ഷിയാണ് എന്ന് ആവർത്തിക്കുമ്പോൾ, ഞാൻ ഇന്നലെയും പറഞ്ഞു, ഒരു കക്ഷി വർഗീയ കക്ഷിയാകുന്നത് നിങ്ങൾ എവിടെ നിന്ന് നോക്കുന്നു എന്നതിനനുസരിച്ചാണ്. കാരണം ഇവരാരും പുറത്തിറങ്ങിയിട്ട് ആളുകൾ വെട്ടിക്കൊല്ലുന്ന സംഘമല്ല, ഇപ്പോൾ വെൽഫെയർ പാർട്ടിയുമല്ല, ജമാഅത്തെ ഇസ്ലാമിയുമല്ല. അങ്ങനെ ഒരു കേസ് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ കേരളത്തിലും ഇന്ത്യയിലും ഇല്ല. പുറത്തൊക്കെ അവർക്ക് ആ ചരിത്രം ഉണ്ടെങ്കിൽ തന്നെ, ബംഗ്ലാദേശൊക്കെ അവർ കൊല ചെയ്യപ്പെട്ടതാണ്. ഇവർ ഇതിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു, ഇവരുടെ ആശയം അതാണ്, ആശയ അടിത്തറ ഉണ്ടാകുന്നു എന്നൊക്കെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഫിസിക്കലി ആക്റ്റും കൊലപാതകങ്ങളും മറ്റ് അക്രമങ്ങളും നടത്താത്തിടത്തോളം വർഗീയ കക്ഷിയാണ് എന്നതിനെ നിങ്ങൾ എവിടെ നിന്ന് നോക്കുന്നു എന്നതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്നലെ RSS-ഉമായിട്ട് സമീകരിച്ചിട്ട് ആ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് അത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് വരെയും UDF-ന് ഇവരെന്താണ് മറ്റു കക്ഷികളെ പോലുള്ളൊരു കക്ഷി, അവർ ആ മതരാഷ്ട്രവാദത്തിന് പിന്മാറിയിട്ടുണ്ട്, ഇന്ത്യയുടെ സംവിധാനങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. അതുപോലൊരു കക്ഷി ഈ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ, അവരുടെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വരുമ്പോൾ എന്തിന് ഞങ്ങൾ തള്ളിക്കളയണം? PDP അപ്പുറത്തല്ലേ? ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ ഇവർ ഇതിനകത്ത് വേണ്ട അവധാനത കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ലീഗ് വെൽഫെയർ പാർട്ടി ഇത് മാത്രം പറയുന്നു എന്നിടത്ത് നോക്കുമ്പോൾ കോൺഗ്രസ് കാണിക്കുന്നത് അവധാനതയല്ല എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായി വരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ, മിന്നൽ വള കയ്യിലിട്ട പോലെയാണ്. പൊള്ളുമോ ഷൈൻ ചെയ്യുമോ എന്ന് നമ്മൾ പിന്നീടാണ് കാണുക. സത്യത്തിൽ ഇത് പ്രബോധനമല്ല മാധ്യമമല്ല പ്രബോധനം. അതുപോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി അല്ല വെൽഫെയർ പാർട്ടി അല്ല ജമാഅത്തെ ഇസ്ലാമി. എന്നാൽ ഇത് രണ്ടും ഒന്നാണ്. ഒരേ ആളുകൾ തന്നെയാണ് ഇതിൽ പ്രവർത്തിക്കുന്നതും എല്ലാം. സ്വാഭാവികമായും അവരുടെ അംഗബലം പരിമിതമാണ്. അതൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന ആളുകളും ഒക്കെ ഇവരൊക്കെ തന്നെയാണ്. ഇതിനകത്ത് ഇപ്പോൾ സനീഷ് ഇന്ന് വന്ന പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഇപ്പം നമ്മൾ കാണിച്ചല്ലോ, റഹ്മത്തുള്ള സഖാഫിയുടേതാണ്. അത് SSF-ൻ്റെ നേതാവ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് മറ്റേ അരിവാൾ സുന്നികളുടെ പ്രതികരണമല്ലേ എന്ന മട്ടിൽ ഈ ഘട്ടത്തിൽ ഇപ്പോൾ തള്ളാം. എങ്കിലും എനിക്കൊരു സംശയവും വേണ്ട, അടുത്ത ദിവസം ഇന്നല്ലെങ്കിൽ നാളെ അപ്പുറത്ത് EK സുന്നികൾക്കിടയിൽ നിന്നും ഇതേ പ്രതികരണം ജമാഅത്തെ ഇസ്ലാമിയുടെ വിഷയത്തിലുണ്ടാവും. അക്കാര്യത്തിൽ തർക്കം വേണ്ട. കാരണം അവർക്കതല്ലാതെ പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ ഒന്നത്
നിലയ്ക്കുള്ള അഭിപ്രായ ഐക്യമുള്ളൊരു കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായുള്ള വിഷയങ്ങൾ. അത് ഐക്യം എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ വഫിയ വിഷയത്തിലൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമി ആശയങ്ങൾ ഇതിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് സമസ്തയ്ക്കുള്ളിലെ തർക്കം. അതുകൊണ്ട് തന്നെ സമസ്തയ്ക്കുള്ളിൽ ഈ വിഷയം ഈ ഘട്ടത്തിൽ വീണ്ടും കത്താനാണ് സാധ്യത. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോഴത്തെ ഈ 1500 വോട്ടിൻ്റെ പിന്തുണ തേടുമ്പോഴേക്ക് ഇത് സമസ്തയ്ക്കുള്ളിലെ ഒരു വിഷയമായി തന്നെ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. വേറൊന്ന്, എന്നാൽ ഇതൊക്കെ ഈ മട്ടിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊക്കെയാണോ? ഇത് മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയൊന്നുമല്ലോ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ സഖ്യം കൂടുന്നത്. അടിസ്ഥാനപരമായി സഖ്യം കൂടുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ UDF ഒരു ഘടകകക്ഷിയാവണം. അവർക്ക് തെരഞ്ഞെടുപ്പ് ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്. കാരണം അതിനൊരു കാരണവും കൂടിയുണ്ട്. ദീർഘകാലം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത്, അത് ദൈവത്തിന് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ് മത്സരിക്കാതിരുന്നു. കാരണം ജനാധിപത്യ സംവിധാനം നമുക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നു. ജനാധിപത്യത്തെ തള്ളിപ്പറഞ്ഞു, മതനിരപേക്ഷതയെ തള്ളിപ്പറഞ്ഞു. ഇങ്ങനെ പോയി വളരെ വൈകിയാണ് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നേക്കാമെന്ന് തീരുമാനിക്കുന്നത്. വളരെ വൈകിയാണ്. 2011 മാത്രമാണ് വെൽഫെയർ പാർട്ടി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അവർക്ക് ആഗ്രഹങ്ങളുണ്ട് സ്വാഭാവികമായി. അതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷവുമായി ഇവർ സഹകരിച്ചിട്ടുണ്ടല്ലോ, UDFുമായി സഹകരിച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം പ്രാദേശികമായ അത്തരം നീക്കുപോക്കുകൾക്കൊക്കെ അത്തരം സാഹചര്യങ്ങളിൽ ശ്രമമുണ്ടാവും. പക്ഷേ നമ്മൾ പറഞ്ഞാൽ ഇപ്പോൾ ദേശാഭിമാനി അടക്കം മുമ്പ് അങ്ങനെ വെൽഫെയർ പാർട്ടി ഇത്തവണ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ തയ്യാറായി എന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണെങ്കിൽ കൂടി ആ നിലയ്ക്ക് തയ്യാറായി എന്നുള്ളത് അവർ എഴുതിയല്ലോ എന്നുള്ളതൊരു വാദമായി ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ 2014 പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ കണ്ടം തുണ്ടം തള്ളി പറയുന്നുണ്ട്. ഇതും ഒരു വസ്തുതയായി നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇവർക്കിപ്പോൾ ഒറ്റ മുന്നണിയേ ഉള്ളൂ. ഒരു രാഷ്ട്രീയ മോഹം സാക്ഷാത്കരിക്കാൻ അവർക്ക് മുന്നിലുള്ള മുന്നണി എന്ന് പറയുന്നത് UDF ആണ്. ആ UDFിലേക്ക് കടക്കണമെങ്കിൽ അവർക്കിത് പ്രഖ്യാപിച്ചാൽ മതിയാവും. പക്ഷേ അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? കഴിഞ്ഞ കുറേ കാലമായി ഈ സംഘി പോലീസ്, ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, സംഘി പോലീസ്, പിണറായി വിജയൻ്റെ സംഘി പോലീസ് എന്നുള്ള ആ ഒരു ടേം ടോസ് ചെയ്തത് ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയാണ്, അല്ലെങ്കിൽ അവരുടെ മാധ്യമങ്ങളാണ്. അതിനെ ഏറ്റവും കൂടുതൽ ആംപ്ലിഫൈ ചെയ്തത് ആരാണ്? അത് അൻവറാണ്. അപ്പോൾ ഈ വോട്ട് ആർക്കാ പോവുക? യഥാർത്ഥത്തിൽ അവരുടെ അണികളുടെ വോട്ട് ആർക്കാ പോവുക? അതായത് അവർ തുടിക്കും ഇങ്ങനെ അൻവറിന് വോട്ട് ചെയ്യാൻ. കാരണം അവർ പറഞ്ഞ വിഷയത്തെ ആംപ്ലിഫൈ ചെയ്ത് കൊടുത്തത്, അല്ലെങ്കിൽ മലപ്പുറത്തെ ഇങ്ങനെ ആക്രമിച്ച് ഏറ്റവും കൂടുതൽ ക്രിമിനലുകളുള്ള ജില്ലയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ള തെറ്റായ വിവരമാണ്. കാരണം ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ കേസെടുത്തത്. പിണറായി വിജയൻ്റെ കാലത്ത് കഴിഞ്ഞ വർഷം കേസ് കൂടിയിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കേസ് വന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. പക്ഷേ തെറ്റായ ഒരു വിവരത്തെ അങ്ങനെ പ്രചരിപ്പിക്കുകയും അതിനെ ആംപ്ലിഫൈ ചെയ്യുകയും ചെയ്ത ഒരാളാണ് അൻവർ. ആ അൻവറിന് വോട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു ത്വരയുണ്ടാകും അണികൾക്ക്. ഇപ്പോൾ എന്താണ്, പക്ഷേ മുന്നണിക്കുള്ളിൽ ഇപ്പുറത്ത് കയറുകയും വേണം. കാരണം ആര്യാടൻ ഷൗക്കത്തിനെ പോലെ എനിക്ക് തോന്നുന്നു M സ്വരാജിനേക്കാൾ ഭീകരമായി ജമാഅത്തെ ഇസ്ലാമിയെ കടന്നാക്രമിച്ചിട്ടുള്ള ഒരാളാണ് ആര്യാടൻ ഷൗക്കത്ത്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യണം, അൻവറിന് വോട്ട് ചെയ്യാതിരിക്കണം എന്നൊക്കെയുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ്. മാത്രമല്ല ഇപ്പം M സ്വരാജിൻ്റെ കാര്യം എടുത്താൽ ജമാഅത്തെ ഇസ്ലാമി അണികൾക്ക് ആശയപരമായി ഐക്യപ്പെടാവുന്ന തരത്തിലുള്ള വിഷയങ്ങൾ, ആഗോള തരത്തിലുള്ള വിഷയങ്ങളെ അവതരിപ്പിക്കുന്ന ഒരാളാണ് M സ്വരാജ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കൂട്ടപ്പെരുച്ചകൾക്കകത്തായിരിക്കും ജമാഅത്തെ ഇസ്ലാമി കിടക്കുക. ഒറ്റ കാര്യം, അതായത് ഞാനിതെല്ലാം പറയുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഒരു മുന്നണിക്കകത്തേക്ക് കയറി വരുന്നത് നല്ലതാണെന്ന് വിചാരിക്കുന്നതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിലും ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്തേക്ക്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനകത്തേക്ക് വരുന്നത് ഈ പറയുന്ന മുനകളൊക്കെ ഒന്ന് ഒതുങ്ങി ഈ സമൂഹത്തിന് പാകപ്പെടുന്ന ഒരു ലെവലിലേക്ക് വരാൻ അവരെ സഹായിക്കുമെന്ന്. രണ്ടാമത് അവർക്ക് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് അനാവശ്യമായിട്ട് തള്ളലുണ്ട്. അതായത് അവരെന്തോ ഭയങ്കര വിശുദ്ധരായിട്ടുള്ള കൂട്ടരാണ് എന്നുള്ളത്. അതായത് ഞങ്ങൾ ഈ പറയുന്ന കക്ഷി രാഷ്ട്രീയത്തിനകത്ത് ചെളികളൊന്നും പെടാത്ത അതിവിശുദ്ധരായിട്ടുള്ളൊരു കൂട്ടരാണല്ലോ, സാത്വികരാണല്ലോ എന്നൊരു തോന്നൽ അവർക്കുണ്ട്. അത് ഒരല്പം ഒരു മുന്നണിക്കകത്തേക്ക് കയറിയിട്ട്, അതും പ്രത്യേകിച്ച് UDF പോലുള്ളൊരു മുന്നണിക്കകത്തേക്ക് കയറിയിട്ട് നാളെ കുറച്ച് അഴിമതി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ ഭാഗമായിട്ട് ഒന്ന് പാകപ്പെടട്ടെ വേണ്ടത്. ഇതുവരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കളത്തിൽ ഉരുത്തിരിഞ്ഞ ചർച്ചകളെല്ലാം 1-2 ദിവസം മാത്രമാണ് നീണ്ടത്. കാണെ വളർന്ന് പല അടലുകളിലായി പടരുന്ന ഒരു രാഷ്ട്രീയ തർക്ക സംവാദ മണ്ഡലം രൂപപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടന വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ്. ഒരർത്ഥത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വിഷയമാകെ തന്നെ മതരാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ഉൾപ്പെടെ ആശയപരമായി ലീഗിലും അവരെ പിന്തുണയ്ക്കുന്ന സമസ്തയിലെ ചില നേതാക്കളിലും നേരത്തെ മുതലേ അഭിപ്രായ വ്യത്യാസമുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതികരണം വന്നതോടെ വിഷയത്തിന് വർഗീയ നിറം കൂടിയായി. മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചോ ഇല്ലയോ എന്ന് ഇതുവരെ ജമാഅത്തെ ഇസ്ലാമി ഖണ്ഡിതമായി വ്യക്തമാക്കിയിട്ടില്ല. മതരാഷ്ട്രവാദം തള്ളിയെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രത്യയശാസ്ത്ര മൗദൂദിയെ തന്നെ തള്ളിപ്പറഞ്ഞു എന്നാണ് ഇതിനർത്ഥം. ഈ തെരഞ്ഞെടുപ്പ് കാലം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത തരുമോ എന്ന് RDXന് രാഷ്ട്രീയ കൗതുകമുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പലവട്ടം പറഞ്ഞതുപോലെ നിലമ്പൂരിനെ ബാധിക്കുന്ന ജീവൽ പ്രശ്നങ്ങളാണ് അവിടെ പ്രാഥമികമായി ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നാണ് RDXന്റെ അഭിപ്രായം.